കൊറോണയുടെ പ്രതിസന്ധിയാകുന്ന കാലഘട്ടത്തിലും ഒരുപാട് നാളുകളിൽ നമുക്ക് ആരാധിക്കുവാൻ കഴിയാതെ നമ്മൾ ഭവനങ്ങളിലായിരുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരിക്കൽ കൂടി എനിക്ക് ആരാധനാലയത്തിൽ കടന്നു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ വിഷമങ്ങളെ ഇറക്കി വയ്ക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നോർത്ത് പലപ്പോഴും വ്യാകുലപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും. ആ അവസരത്തിൽ കർത്താവ് നമുക്ക് വീണ്ടും ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നാളെ ഇനി എന്താകുമെന്ന് നമുക്കറിയില്ല. നാളെ നമുക്ക് ഒത്തുകൂടുവാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. നാളെ ആരാധിക്കുവാൻ സാധിക്കുമോ എന്ന് നമുക്കറിയില്ല. എത്ര പേർ ഈ നിമിഷം കഴിഞ്ഞ് അടുത്ത നിമിഷം എന്താകുമെന്നറിയാത്ത അവസ്ഥയാണ് നമ്മുടെ ജീവിതം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും നാം കർത്താവിനെ സ്തുതിക്കുകയത്രേ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ യാത്ര ചെയ്യുന്ന ഈ ലോകത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവസരത്തെ, നിങ്ങൾക്കായി കർത്താവ് തന്നിരിക്കുന്ന ദിവസങ്ങളെ ക്ഷമയോടെ, ആവശ്യബോധത്തോടെ കർത്താവിന് മുൻപിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ് പിന്നീട് ഒരു അവസരത്തിനായി കാത്തിരിക്കുമ്പോൾ ചിലപ്പോൾ എത്രയോ പേർ അങ്ങനെ മനസ്സിൽ കരുതിയിരുന്നവർ ഈ മഹാമാരി മൂലം ഈ ലോകത്തിൽ നിന്ന് വിടമറഞ്ഞു പോയി. അവർക്കും എത്രയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല, നഷ്ടമായി പോയി. ഹല്ലേലൂയ. കർത്താവിനെ കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും നമുക്ക് തിരിച്ചു കൊടുക്കുവാൻ കഴിയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേറെന്തെങ്കിലും കർത്താവ് നമുക്കായി നൽകുന്ന അനുഗ്രഹങ്ങൾക്ക്, അടയാളങ്ങൾക്ക്, അത്ഭുതങ്ങൾക്ക്, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന കർത്താവിന് തിരിച്ചു കൊടുക്കുവാനായി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആരാധന മാത്രമേ ഉള്ളൂ. അത് മാത്രമേ കർത്താവും ആഗ്രഹിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾതോറും ചെയ്ത
വിരുദ്ധമായി പോരടിക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളും, എല്ലാ ദുഷ്ടാത്മ ശക്തികളും, എല്ലാ ദേശാന്തര ശക്തികളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജനം വചനം ഏറ്റെടുക്കുന്നതിന് വിരുദ്ധമായി, അവരുടെ ഹൃദയങ്ങളിൽ ജനം ഹൃദയത്തെ താളുകളിൽ എഴുതുന്നതിന് വിരുദ്ധമായി പോരടിക്കുന്ന ദുഷ്ടാത്മ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകുക. യേശുവിന്റെ രക്തത്തിന്റെ മറവിൽ ഈ ജനത്തെ കൊണ്ടുവരികയാണ്. അങ്ങയുടെ രക്തത്തിന്റെ മറവിൽ ഈ ജനത്തെ അങ്ങ് മൂടണമേ പിതാവേ. ഈ ജനത്തിന്റെ ഉള്ളിൽ വചനം കയറി ചെല്ലുന്നതിന് തടസ്സമായി ഏത് പ്രശ്നമാണോ പോരടിക്കുന്നത്, അവരുടെ രോഗത്തിന്റെ ആത്മാവാണോ, അവരുടെ ഉള്ളിൽ അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണോ, എന്താണോ വ്യാകുലതയെ ഇട്ടിരിക്കുന്നത്, അതിനെ മാറ്റുവാൻ എന്റെ കർത്താവ് ശക്തനത്രേ. വചനത്തിലൂടെ അവർക്കൊരാശ്വാസത്തെ എന്റെ കർത്താവ് മടങ്ങി പോകുന്നതിന് മുമ്പ് കൊടുക്കണമേ അപ്പ. അങ്ങേക്കതിനു കഴിയും. അടിയാളെ പൊടിയോളം താട്ടി സമർപ്പിക്കുന്നു അപ്പാ. പൊന്നുമുഖം ഉയർത്തപ്പെടുന്നു. എല്ലാം എന്റെ കർത്താവിന് വേണ്ടി മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ ദൂരത്ത് നിന്ന് അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് യിരെമ്യാവിന് അനേകം അരുളപ്പാടുകൾ കൊടുക്കുകയാണ്. തൻ്റെ ജനമാകുന്ന യഹൂദ ജനം, ഇസ്രായേൽ, അവരൊക്കെയും കർത്താവ് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം യിരെമ്യാവിന് കർത്താവ് അരുളപ്പാടുകൾ നൽകുകയാണ്. അതിൽ അനേക കാര്യങ്ങൾ യിരെമ്യാവിനോട് കർത്താവ് പ്രവചിച്ചിട്ടുണ്ട്. ജനത്തിന്റെ അകൃത്യം നിമിത്തം കർത്താവിന് ജനത്തിന്റെ അകൃത്യം കാണുവാൻ കഴിയാതെ, അവരുടെ മ്ലേച്ഛ പ്രവൃത്തികൾ നോക്കി നിൽക്കുവാൻ കഴിയാതെ യിരെമ്യാവിനോട് കർത്താവ് അരുളപ്പാടുകൾ നൽകുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം യിരെമ്യാവിനോട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞു, ഗർഭപാത്രത്തിൽ വെച്ച് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞു, ഗർഭപാത്രത്തിൽ വെച്ച് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചൊരു പ്രവാചകനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. യിരെമ്യാവ് പെട്ടെന്ന് പറയുകയാണ്, അയ്യോ ഞാൻ ബാലനാണ്. കർത്താവ് പറയുകയാണ്, നീ അവരെ ഭയപ്പെടരുത്, വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് തക്കവണ്ണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. യിരെമ്യാ 5-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ മതി. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനാക്കി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവെ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ഇത് ഞാൻ പറയുന്നതല്ല, കർത്താവ് പറയുകയാണ്, നീ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് തക്കവണ്ണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. എത്ര പേർ കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ അടിസ്ഥാനത്തിൽ യിരെമ്യാവിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ
യിരെമ്യാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഒരു വിലപിക്കുന്ന പ്രവാചകനായിട്ടാണ്, കഷ്ടപ്പെടുന്ന ഒരു പ്രവാചകനായിട്ടാണ്, കണ്ണുനീർ തൂകുന്ന ഒരു പ്രവാചകനായിട്ടാണ് ബൈബിൾ അദ്ദേഹത്തെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട് യിരെമ്യാവ് ജനത്തിന്റെ മധ്യേ വിലപിക്കുന്ന ഒരു പ്രവാചകനായി തീർന്നു? കർത്താവ് യിരെമ്യാവിന് കൊടുത്ത അരുളപ്പാടുകൾ ഒന്നുപോലും മാറ്റിവെക്കാതെ വ്യക്തവും സ്പഷ്ടവുമായി ജനം അത് ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും, ജനത്തിന് അത് ഇഷ്ടമുള്ളതാണെങ്കിലും ഇല്ലെങ്കിലും, യിരെമ്യാവ് അതുപോലെ തന്നെ ജനത്തിന് മുൻപേ പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞതിൽ നിന്നൊരൽപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാതെ അത് തന്നെ യിരെമ്യാവ് പറയുകയുണ്ടായി. അത് മുഖാന്തരം യഹൂദ ജനം യിരെമ്യാവിന് എതിരായി തീർന്നു. എന്താണ് യിരെമ്യാവിലൂടെ അരുളി ചെയ്തത്? കർത്താവ് യിരെമ്യാവിലൂടെ അരുളി ചെയ്തത്, നിങ്ങളുടെ മ്ലേച്ഛ പ്രവൃത്തികൾ നിമിത്തം എൻ്റെ ഉഗ്രകോപം, എൻ്റെ കോപം നിങ്ങളുടെ മേൽ വരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു ജനത്തിനും ഇഷ്ടപ്പെടില്ല. പക്ഷേ യിരെമ്യാവ് അതുപോലെ തന്നെ കർത്താവ് എന്തരുളി ചെയ്തു അതു തന്നെ താൻ ജനത്തിനോട് പറഞ്ഞു. വായിക്കാമോ? യിരെമ്യാവ് 4:1-5 വരെയുള്ള വാക്യം. ഇസ്രായേല്, നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. യഹോവയാണ് എന്ന് നീ പരമാർത്ഥമായും ന്യായമായും നീതിയായും സത്യം ചെയ്യുകയും ജാതികൾ അവനിൽ തങ്ങളെ തന്നെ അനുഗ്രഹിച്ച് അവനിൽ പുകഴുകയും ചെയ്യും. യഹൂദ പുരുഷന്മാരോടും യെരുശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശുനിലം ഉഴുവിൻ. യഹൂദ പുത്രന്മാരും യെരുശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കൊടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കിക്കളവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമനുഖത്തിലായിരുന്നപ്പോൾ, ഫറവോന്റെ അടുക്കൽ അടിമനുഖത്തിലായിരുന്നവർ അധികം കഷ്ടം അനുഭവിച്ചു. പാഴും പരിശുമായി കിടന്ന സ്ഥലത്തെ അവർ ജോലി ചെയ്തു. അവർക്ക് ഇഷ്ടത്തിന് കഴിക്കുവാൻ ആഹാരം പോലും ഇല്ലാതെ കഠിനമായ വേദനയുടെ നടുവിലായിരുന്നു ഇസ്രായേൽ ജനം. അങ്ങനെ കഠിനതയും കഷ്ടതയും അനുഭവിച്ചവർ കർത്താവിനോട് കരഞ്ഞു. അവരുടെ വിഷമങ്ങൾ കർത്താവെ കണ്ടു. അത് മുഖാന്തരം കർത്താവ് അവരെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് മാറ്റി പാർപ്പിച്ചു. അതിനുശേഷം ജനം കർത്താവിനെ മറുത്തു മത്സരിക്കുകയത്രയും ചെയ്തത്. കഠിനതയുടെയും കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും രോഗത്തിന്റെയും തളർച്ചയുടെയും ക്ഷീണത്തിന്റെയും കടഭാരത്തിന്റെയും അവസ്ഥയിലായിരുന്ന ജനത്തെ അനേകം പ്രവാചകന്മാരുടെ കണ്ണുനീര് മോശയെ മുൻനിർത്തിക്കൊണ്ട് കർത്താവ് ഇസ്രായേൽ ജനത്തെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവന്നു. സമ്പൽ സമൃദ്ധിയിലേക്ക് കടത്തിക്കൊണ്ടുവന്നു ജനത്തെ. ജനം എന്ത് ചെയ്തു? വീണ്ടും ജനം കർത്താവിന് ഇഷ്ടമാകാത്തവണ്ണം വീണ്ടും പ്രവർത്തിക്കുവാനായി തുടങ്ങി. കർത്താവിന് എതിരായി നിന്നു. കർത്താവിനെ മറുത്തു മത്സരിച്ചു. കർത്താവ് തന്റെ ജനത്തിന് കൊടുത്ത അനുഗ്രഹത്തെ കാണാതെ വണ്ണം 40 വർഷക്കാലം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവർക്ക് വേണ്ടുന്നതായ കൽപ്പനകളെ പറഞ്ഞു കൊടുത്ത് എപ്രകാരം ജീവിക്കണമെന്ന് അരുളി ചെയ്ത് ഭക്ഷിക്കുവാൻ ഭക്ഷണത്തെയും കാവലിനായി രാത്രി അഗ്നിസ്തംഭത്തെയും പകൽ മേഘസ്തംഭത്തെയും അയച്ച് കർത്താവ് അവരെ പരിചരിച്ചു. പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുവന്നതിനു ശേഷം വീണ്ടും അവർ കർത്താവിനെ വിട്ട് മാറിപ്പോയി. കർത്താവിന്റെ ഹൃദയം വേദനിച്ചു. ഇപ്രകാരം പറയുകയാണ്, എൻ്റെ കോപം തീ പോലെ ജ്വലിച്ച് കത്താതിരിക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളെ തന്നെ പരിച്ഛേദന കഴിച്ച് നിങ്ങളുടെ ഹൃദയത്തിലെ അർഘചർമ്മത്തെ നീക്കിക്കളവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കോപത്തെ ജ്വലിച്ച് കത്തുവാൻ നമ്മൾ വിടരുത്.
കർത്താവ് നമുക്ക് തന്ന അനുഗ്രഹത്തെ എന്നും നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം. കർത്താവ് ശദ്രക് മേശക് അബേദ്നഗോവും തീച്ചൂളയിൽ വീണപ്പോൾ അതികഠിനമായ തീച്ചൂളയിൽ നിന്ന് വിടുവിക്കുവാൻ യേശു കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് കത്തിക്കുന്ന തീച്ചൂളയിൽ നിന്ന് വിടുവിക്കുവാൻ ഈ ലോകത്തിലെ ഒരു പ്രവാചകനോ, ഈ ലോകത്തിലൊരു പ്രവാചകിക്കോ, ഈ ലോകത്തിലൊരു വ്യക്തിക്കോ അതിന് സാധ്യമല്ല. ആർക്കും കഴിയില്ല നിന്നെ രക്ഷിക്കാനായി. നീ നിലവിളിക്കും, ആരും കേൾക്കില്ല. കർത്താവ് തന്നെ പറയുന്നു, നീ എന്റെ മുമ്പിൽ വിലപിക്കും, നീ എന്റെ മുമ്പിൽ കരയും, നീ എന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും, പക്ഷേ ഞാനോ മുഖം തിരിഞ്ഞിരിക്കും. ഹല്ലേലൂയ. ഇത് ഞാൻ പറയുന്നതല്ല, ദൈവവചനം പറയുന്നതാണ്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകൻ ജനത്തിന്റെ മുൻപിൽ ഒരു വിലപിക്കുന്ന പ്രവാചകനായി തീർന്നു. എങ്കിലും കർത്താവ് യിരെമ്യാ പ്രവാചകന് ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. നീ ഭയപ്പെടേണ്ട, നിന്നെ വിടുവിക്കാൻ തക്കവണ്ണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസൻ ദാസികളായിരിക്കുന്ന നാം ഓരോരുത്തരും, ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരോട് പ്രസംഗിക്കുന്ന നാം ഓരോരുത്തരും ദൈവജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നവരായിരിക്കണം. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും, നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും മറ്റുള്ളവരെ കൊണ്ട് അവൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, എല്ലാ ദിവസവും ആരാധനാലയത്തിൽ കടന്നു ചെല്ലുന്നു, പക്ഷേ അവൾ പ്രവർത്തിക്കുന്നതോ എന്ന് ചോദിക്കുവാൻ ഇടയുണ്ടാകാതെ വണ്ണം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ, കൽപ്പനകളെ ഓർത്ത് നമ്മൾ ജീവിക്കണം. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നത് കൊണ്ട് നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നത് കൊണ്ട് നിനക്ക് ഞാൻ ദയ ദീർഘമാക്കിയിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ നിങ്ങളെ നിത്യസ്നേഹം കൊണ്ട് നിത്യയോട് അടുപ്പിക്കുവാനാണ് കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്നത്. നിത്യത നമുക്ക് കരസ്ഥമാക്കി തരുവാൻ വേണ്ടിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായി ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിയും അനുഭവിക്കാത്ത വേദനകൾ അനുഭവിച്ച്, ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിയും ഈ തരത്തിൽ മരണത്തിന് കീഴടങ്ങാത്ത വിധത്തിൽ മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി നിത്യതയെ കരസ്ഥമാക്കി തന്നു. ആ നിത്യസ്നേഹം, ആ നിത്യസ്നേഹം ഞാൻ സ്നേഹിക്കുന്നു നിങ്ങളെ. ആ നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ കാണാതിരുന്നിട്ടല്ല. നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ രഹസ്യത്തിൽ പറയുന്നത്, രഹസ്യത്തിൽ ചെയ്യുന്നത്, പെറുക്കുന്നത്, പ്രവാചകന് വിരുദ്ധമായി, പ്രവാചകന് വിരുദ്ധമായി, ആലയത്തിന് വിരുദ്ധമായി നീ സംസാരിക്കുന്നത് കർത്താവ് കേൾക്കാതിരുന്നിട്ടല്ല. നിന്റെ കുടുംബാംഗങ്ങൾക്ക് വിരുദ്ധമായി, അമ്മയ്ക്ക് വിരുദ്ധമായി, പാപ്പയ്ക്ക് വിരുദ്ധമായി നീ സംസാരിക്കുന്നത് കർത്താവ് കേൾക്കാതിരുന്നിട്ടല്ല. നിത്യസ്നേഹം കൊണ്ട് കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സ്നേഹിച്ചു പോയി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. എത്ര പേർ കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ. കർത്താവിന്റെ അരുളപ്പാടുകൾ ജനത്തിന് മുമ്പിൽ യിരെമ്യാവ് പറയുമ്പോൾ ജനം യിരെമ്യാവിനോട് തിരിച്ചു പറയുന്നൊരു ഭാഗമുണ്ട്. ഇപ്രകാരമാണത്. യിരെമ്യാ പ്രവാചകൻ 7:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾക്കകത്ത്, വിശുദ്ധ നഗരത്തിൽ വസിക്കുന്നത് കൊണ്ട് മാത്രം, വിശുദ്ധ നഗരത്തിൽ വസിക്കുന്നത് കൊണ്ട് മാത്രം നീ വിശുദ്ധീകരിക്കപ്പെടുകയില്ല.
വിശുദ്ധ ജീവിതം നയിക്കുക. ഹല്ലേലൂയ. വിശുദ്ധ നഗരത്തിൽ നീ വസിക്കുന്നത് കൊണ്ട് മാത്രം നീ വിശുദ്ധീകരിക്കപ്പെടുകയില്ല. നീ വിശുദ്ധ ജീവിതം നയിക്കുക. കർത്താവിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരാൾക്കും കഴിയുകയില്ല. ഞാൻ പാവപ്പെട്ടവർക്കായി അനേകം കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ചർച്ചിൽ ഇന്ന കാര്യം ചെയ്യുന്നു. ഞാൻ ചർച്ചിൽ ഇന്ന കാര്യാദികൾക്കായി സഹായിക്കുന്നു. അനേകം കണ്ണുനീരുകൾ ഞാൻ ഒപ്പുന്നു. അനേകർക്കായി ഞാൻ ആശ്രയമായിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ അവർ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ആർക്കും വേണ്ടാത്ത അനാഥരായ വിധവമാരായ അനേകരെ ഞാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന മ്ലേച്ഛ പ്രവൃത്തികൾ കർത്താവ് കാണില്ല എന്ന് നടിക്കുവാൻ കഴിയില്ല. ഞാൻ ആ ചർച്ചിൽ പോകുന്നു, ഞാൻ ഈ ചർച്ചിൽ പോകുന്നു, ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നു, ഞാൻ ദിവസവും ബൈബിൾ വായിക്കുന്നു, കർത്താവിനോട് ഞാൻ ദിവസവും സംസാരിക്കുന്നു. എന്തൊക്കെ നീ ചെയ്താലും ഇവിടെ ഇസ്രായേൽ ജനം, യഹൂദാ ജനം യിരെമ്യാവിനോട് തിരിച്ചു പറയുകയാണ്, ഞങ്ങൾ വിശുദ്ധ മന്ദിരത്തിൽ ആയിരിക്കുന്നത് കൊണ്ട്, വിശുദ്ധ മന്ദിരം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തായിരിക്കുന്നത് കൊണ്ട് യഹോവയുടെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് ഇളവുണ്ടാകുമെന്ന് യിരെമ്യാ പ്രവാചകനോട് യഹൂദാ ജനം തർക്കിക്കുമ്പോഴാണ് കർത്താവ് ഈ വചനത്തെ യിരെമ്യാവിലൂടെ അവരുടെ ഇടയിൽ അരുളി ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തന്റെ ഉഗ്രകോപം ജനത്തിന്മേൽ വരാതിരിക്കുവാനായി അനേകം പ്രാവശ്യം പ്രവാചകനായ യിരെമ്യാവിലൂടെ ജനത്തിന്റെ മുൻപിൽ അനേകം അവസരങ്ങളെ വെച്ചു. ഇസ്രായേലേ, നീ മടങ്ങി വരിക. അനേകം പ്രാവശ്യം അനേകം ബൈബിളിൽ ഇപ്രകാരമാണ് പറയുന്നത്, ദീർഘനാളുകൾ അനേകം പ്രവാചകന്മാരിലൂടെ ഞാൻ യഹൂദാ ജനത്തിന് എന്റെ നിത്യസ്നേഹം കൊണ്ട് ഞാൻ അവർക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് അനേകം പ്രാവശ്യം പല പ്രവാചകന്മാരിലൂടെ അവരുടെ അടുക്കൽ എൻ്റെ വചനത്തെ, എൻ്റെ അരുളപ്പാടിനെ എത്തിച്ചിട്ടും അവർ കൈക്കൊണ്ടില്ല. മടങ്ങി വരുവാൻ കർത്താവ് അനേകം അവസരങ്ങൾ നമുക്ക് നൽകും. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ, എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചു പോയത്, ഇപ്പോഴുണ്ടാകുന്ന ഈ പ്രതിസന്ധിക്ക് കാരണം എന്തായിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം ലഭിക്കും. കർത്താവ് ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുൻപിൽ ഒരു അവസരത്തെ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അന്ന് യഹൂദാ ജനത്തിന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അനേകം അവസരങ്ങളെ നൽകിയതുപോലെ ഇന്ന് നിങ്ങൾക്കൊരവസരത്തെ കർത്താവ് തരുകയാണ്. ഹൃദയത്തിന്റെ ഉള്ളത്തിൽ കർത്താവിൽ നിന്ന് അകന്നുപോയ കാരണം എന്താണോ അതിനെ കണ്ടെത്തി അതിനെ തിരുത്തുവാനായി കർത്താവിന് ഒരു അവസരം കൂടെ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനം തിരിഞ്ഞാൽ കർത്താവ് നമ്മളെ ഏറ്റെടുക്കുമോ? ഉറപ്പായും, അതിന് യാതൊരു സംശയവും വേണ്ട. ഇന്ന് വായിച്ച യിരെമ്യാ പ്രവാചകൻ 31-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുക. ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ കന്യകേ, ദൈവത്തിന്റെ ജനമേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. അഭിവൃദ്ധി തരുമെന്ന് മാത്രമല്ല, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും
നീ അഭിവൃദ്ധിയെ പ്രാപിക്കുകയും ചെയ്യുമെന്ന് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ അഭിവൃദ്ധിയെ, കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ അഭിവൃദ്ധിയെ, ഇപ്പോഴുള്ള ജീവിതത്തിന്റെ ആ തടസ്സത്തെ നീക്കിക്കൊണ്ട് ഏറ്റെടുക്കാമോ? കർത്താവ് നമുക്കായി ഒരു അവസരം കൂടെ തന്നിരിക്കുകയാണ്. എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യാദികളും കഴിഞ്ഞുപോയി എന്ന് ചിന്തിക്കുന്ന ചിലരൊക്കെയും ഉണ്ട്. ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ ഞാൻ കടന്നു വന്നു. കർത്താവ് എന്നെ രക്ഷിച്ചു, എന്നെ വിടുവിച്ചു. ലോകത്തിന്റെ മുൻപിൽ നിന്നാപാത്രമായിരുന്ന എന്നെ മാനപാത്രമാക്കി കർത്താവ് തീർത്തു. കർത്താവ് മാനപാത്രമാക്കി തീർത്തതിനു ശേഷം കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിയതിനു ശേഷം ഇനി എന്ത് എന്ന് കർത്താവിനോട് ചോദിക്കരുത്. ഹല്ലേലൂയ. അവർക്കായി കർത്താവ് യഹൂദ ജനത്തിന്റെ ജീവിതത്തെ കാണിച്ചു തരുകയാണ്. കർത്താവ് അഭിവൃദ്ധി വരുത്തും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ, ഏറിയ കാലമായി ബെഥെസ്ദാ കൊളക്കരയിൽ രോഗി കിടക്കുകയാണ്. കർത്താവ് ആ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ആ രോഗിയോട് ഇപ്രകാരം ചോദിക്കുകയാണ്. അനന്തരം യേശു അവനെ കണ്ടിട്ട്, രോഗസൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ആദ്യം കർത്താവ് ചോദിച്ചത് നിനക്ക് മനസ്സുണ്ടോ എന്നാണ്. അഭിവൃദ്ധി പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സുണ്ടോ? മനസ്സുണ്ട് എങ്കിൽ കർത്താവ് അടുത്ത ചോദ്യം ആ രോഗിയോട് ചോദിച്ചത്, അത്ഭുതം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇനി പാപം ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി തിന്മയായത് ഭവിക്കാതിരിക്കേണ്ടതിന് നീ ഇനി പാപം ചെയ്യരുത്. കർത്താവ് അഭിവൃദ്ധി നൽകി. കർത്താവ് ആ രോഗിക്ക് സൗഖ്യത്തെ കൊടുത്തു. ഒപ്പം കർത്താവ് ഒരു വാർണിങ്ങിനെ കൂടെ കൊടുക്കുകയാണ്. കർത്താവ് ആ രോഗിയോട് പറയുകയാണ്, നീ ഇനി പാപം ചെയ്യരുത്. നിന്റെ ജീവിതത്തിൽ രോഗസൗഖ്യം വന്നുവല്ലോ, രോഗസൗഖ്യം കർത്താവ് തന്നുവല്ലോ. ഇനി അധികം തിന്മയായത് നീ പ്രവർത്തിക്കരുത്. കർത്താവിന് ആ രോഗിയെ പറഞ്ഞു വിടാമായിരുന്നു. പക്ഷേ ആ രോഗിക്ക് അവിടെ സൗഖ്യം ഉണ്ടായത് എങ്ങനെ? തന്റെ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചപ്പോഴാണ് ആ രോഗിക്ക് അവിടെ സൗഖ്യം ഉണ്ടായത്. അതുകൊണ്ടത്രേ കർത്താവ് അപ്രകാരം ആ രോഗിയോട് പറയുന്നത്, ഇനി പാപം ചെയ്യരുത്. അധികം തിന്മയായതൊന്നും എനിക്ക് ഭവിക്കാതിരുപ്പാൻ നീ പാപം ചെയ്യരുത്. കർത്താവ് രോഗിയുടെ മനസ്സലിഞ്ഞു. രണ്ടാമത് കർത്താവ് ആ രോഗിക്ക് വാണിംഗ് കൊടുക്കുകയാണ്, ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ഇനി നിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകാതിരിക്കേണ്ടതിന് അധികം തിന്മയായത് ചെയ്യാതിരിക്കുക. കർത്താവ് സ്വന്തം സഹോദരനോട് ദേഷ്യമുണ്ടാക്കുന്ന ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ സ്വന്തം സഹോദരനോട്, അല്ലെങ്കിൽ കൂട്ടാളികളോട് ദേഷ്യമുണ്ടാകുന്ന സമയത്ത് അപ്പോസ്തല പ്രവാചകൻ കർത്താവിനോട് ചോദിക്കുകയാണ്, ഞാൻ എത്ര വട്ടം എൻ്റെ സഹോദരനോട് ക്ഷമിക്കണം? കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ അവനെ ക്ഷമിക്കണം? 7 വട്ടമോ എന്ന് ചോദിച്ചതിന്
70 വട്ടം നീ ക്ഷമിക്കണമെന്ന് കർത്താവ് മറുപടി പറഞ്ഞു. സ്വന്തം സഹോദരനോട് ക്ഷമിക്കുവാൻ പറഞ്ഞ കർത്താവ് നമ്മുടെ തെറ്റുകളിൽ നമ്മോട് ക്ഷമിക്കാതിരിക്കില്ല, ക്ഷമിക്കും. പക്ഷേ കർത്താവിന്റെ കോപം അഗ്നി പോലെ, തീജ്വാല പോലെ കത്തി നമ്മുടെ നേർക്ക് വരുന്നതും വരെയും കർത്താവ് ക്ഷമിക്കും. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ആർക്കും നിന്നെ ക്ഷമിക്കുവാനോ നിന്നെ സഹായിക്കുവാനോ കഴിയുകയില്ല. ക്ഷണനേരത്തിൽ കർത്താവ് നിനക്ക് കൽപ്പിക്കുന്ന ഏതു ശിക്ഷയും നിന്റെ മേൽ വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യഭിചാരം ചെയ്യുന്ന ഒരു സ്ത്രീയെ പരീശന്മാരും ശാസ്ത്രിമാരും പിടിച്ചുകൊണ്ട് വരികയാണ്. ആ സ്ത്രീയുടെ നേരെ നോക്കി കുറ്റം വിധിച്ചുകൊണ്ട് എല്ലാവരും ആ സ്ത്രീയെ കല്ലെറിയുവാനായി ശ്രമിക്കുമ്പോൾ, ആ സ്ത്രീയുടെ കുറ്റത്തിന് വിചാരണ നടത്തുവാനായി നിൽക്കുമ്പോൾ കർത്താവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആരുണ്ട്? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആരുണ്ട്? അവർ കുറ്റം വിധിക്കട്ടെ. അവസാനം ആ വചനം നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവും ആ സ്ത്രീയും മാത്രമായി അവശേഷിച്ചു. അവിടെ കർത്താവ് ആ സ്ത്രീയോട് ക്ഷമിച്ചതിന് ശേഷം വീണ്ടും പറയുകയാണ്, യേശു കർത്താവ് ക്ഷമിച്ചു, എന്നാൽ സ്ത്രീയെ ഓർമ്മിക്കുക, ഇനി പാപം ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്ത്രീയെ കർത്താവ് പറഞ്ഞു വിട്ടില്ല. കർത്താവ് ആ സ്ത്രീയോട് പറയുകയാണ്, ഇനി പാപം ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഗ്രഹങ്ങൾക്കും, നമ്മുടെ ജീവിതത്തിലെ ഓരോ നന്മയ്ക്കും, നമ്മുടെ ജീവിതത്തിലെ ഓരോ അഭിവൃദ്ധിയും പ്രാപിക്കുന്നതിന് തടസ്സമായി എന്തൊക്കെയോ ഉണ്ട്. നമ്മുടെ കണ്ണിൽ അത് ശരിയും ദൈവത്തിന്റെ കണ്ണിൽ അത് തെറ്റും. അത് ഞാനായിക്കൊള്ളട്ടെ, ഏത് അപ്പോസ്തലനോ ഏത് പ്രവാചകനോ ഏത് ദൈവവേലക്കാരനോ ഏത് ദൈവവേലക്കാരിയോ ഏത് ദൈവത്തെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയോ ദൈവത്തിന്റെ ജനമോ ആരോ ആയിക്കൊള്ളട്ടെ, കർത്താവിന് ഇഷ്ടമല്ലാത്തത് പ്രവർത്തിച്ചാൽ, കർത്താവിന് ഹിതമല്ലാത്തത് പ്രവർത്തിച്ചാൽ ന്യായീകരിക്കുവാൻ നമ്മൾ അവരോട് പല ന്യായങ്ങളും പറയുമായിരിക്കും. പക്ഷേ അത് കേൾക്കുന്ന കർത്താവ് തന്റെ ശിക്ഷയുടെ കാഠിന്യം എപ്പോഴാണ് നമ്മുടെ അടുക്കൽ വരുന്നതെന്ന് നമുക്കറിയില്ല. എന്തിനു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരാമെന്ന് പറയുന്ന അഭിവൃദ്ധിയെ വേണ്ട എന്ന് വെക്കുന്നു? അധികം തിന്മയായത് എന്തിനു പ്രവർത്തിക്കുന്നു? നീ ഒരു ദൈവത്തിന്റെ പ്രവാചകനാണോ? നീ ഒരു ദൈവത്തിന്റെ പ്രവാചകയാണോ? നീ ഒരു ദൈവത്തിന്റെ മകളാണോ, മകനാണോ? നിന്റെ നേർക്ക് മറ്റൊരു വ്യക്തി കർത്താവ് പറയുന്നതിന് വിരുദ്ധമായി സംസാരിക്കുവാൻ ശ്രമിച്ചാൽ എന്തുകൊണ്ട് നീ തടുക്കുന്നില്ല? എന്തുകൊണ്ട് അത് തെറ്റെന്ന് നിനക്ക് പറയുവാൻ കഴിയുന്നില്ല? അവർ എന്തൊക്കെ ന്യായീകരണങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെച്ച് നിങ്ങളെ അതിനെ സമ്മതിപ്പിക്കുവാൻ ശ്രമിച്ചാലും തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ എന്തിനത് ചെയ്യുന്നു? കർത്താവിന്റെ ജനമായ യഹൂദ ജനം പല പ്രാവശ്യം യിരെമ്യാവ് ആ ഭാഗത്ത് ദൈവജനത്തോട് കർത്താവിന്റെ അരുളപ്പാടുകൾ പറഞ്ഞിട്ടും അവർ കേൾക്കാതെ യിരെമ്യാവിനെ പലതരത്തിലെ വേദനകൾ ഏൽപ്പിക്കുവാൻ, പലതരത്തിലെ വാക്കുകൾ കൊണ്ട്, നോട്ടങ്ങൾ കൊണ്ട്, പല പ്രവൃത്തികൾ കൊണ്ട് യിരെമ്യാവിനെ വേദനിപ്പിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? യഹൂദ ജനത്തിന് വ്യക്തമായി പറയുന്നു,
BC 587 യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപ് ബാബിലോണിയർ യഹൂദ ജനത്തെ കീഴടക്കുകയുണ്ടായി. അവർ വീണ്ടും അടിമനുഖത്തിലേക്ക് കടന്നു. ഹല്ലേലൂയ. എങ്ങനെ? തെറ്റു ചെയ്തതിന്റെ പേരിൽ ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ബൈബിൾ അടിസ്ഥാനത്തിലെ രേഖകളിൽ നിന്നാണ് ഞാൻ പറയുന്നത്, എന്റെ സ്വന്തം വാക്കുകളല്ല. കഷ്ടതയുടെയും കണ്ണുനീരിന്റെയും നിരാശയുടെയും പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും വേദനയുടെയും നടുവിൽ നിന്നിട്ട് കർത്താവ് ജനത്തെ അവർ ആഗ്രഹിക്കുന്നതിലും അധികമായി, അവർക്ക് യോഗ്യത ഉള്ളതിലും അധികമായി അത്ഭുതത്തെ കൊടുത്തു, അനുഗ്രഹത്തെ കൊടുത്തു, സമ്പൽ സമൃദ്ധിയെ കൊടുത്തു. അവർ ചോദിച്ചതും ചോദിക്കാത്തതുമായ എല്ലാ കാര്യത്തിന്റെ മേലും കർത്താവ് മറുപടിയെ അയച്ചിട്ടും ആ ജനം കർത്താവിനെ വിട്ടു മാറുവാനായി ശ്രമിച്ചു. പക്ഷേ കർത്താവിന് ആ ജനത്തോടുള്ള നിത്യസ്നേഹം കൊണ്ട് ആ ജനത്തെ സ്നേഹിച്ചതുകൊണ്ട് കർത്താവ് ദയയെ ദീർഘമാക്കി യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ആ ജനത്തോട് പല പ്രാവശ്യം സംസാരിച്ചു. എന്നിട്ടും ആ ജനം അവഗണനയെ യിരെമ്യാ പ്രവാചകനോട് ദൈവത്തോടും കാണിച്ചു. അത് മുഖാന്തരം എന്ത് സംഭവിച്ചു? ഏത് അടിമനുഖത്തിൽ നിന്നാണോ അവർ പുറത്തു വന്നത്, ഏത് കഷ്ടതയിൽ നിന്നാണോ അവർ പുറത്തു വന്നത്, ആ കഷ്ടതയിലേക്ക് കർത്താവ് തന്റെ ജനത്തെ, തന്റെ ഹൃദയത്തെ കഠിനമാക്കി ആ ജനത്തെ അതിലും ഇരട്ടി കഷ്ടതയിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരം ഒരു കഷ്ടത, അപ്രകാരം ഒരു വേദന, അപ്രകാരം ഒരു വിഷമം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കേണ്ടതിന് കർത്താവ് ഒരവസരത്തെ കൂടി നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. ഹല്ലേലൂയ. അനേകം അവസരങ്ങൾ തന്ന കർത്താവ് ദീർഘനാളുകൾ ഇസ്രായേൽ ജനത്തിന്, യഹൂദ ജനത്തിന് അവസരത്തെ കൊടുത്ത കർത്താവ് നമുക്ക് വേണ്ടി ഒരവസരത്തെ കൂടെ നൽകുകയാണ്. നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഒരു അവസരത്തെ കർത്താവ് തന്നിരിക്കുകയാണ്. ആ അവസരത്തെ നമ്മൾ ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയെ വരുത്തും. ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും അഭിവൃദ്ധിയാൽ നിറയ്ക്കുകയും ചെയ്യുന്ന വചനം പഠിപ്പിക്കുകയത്രേ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് തന്ന ആ അവസരത്തെ ഏതൊക്കെയോ നിമിഷങ്ങളിൽ, സമയങ്ങളിൽ, എങ്ങനെയൊക്കെയോ അറിയാതെ എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു പോയി. കർത്താവേ, നിന്നിൽ നിന്നും ഞാൻ അകന്നുപോയി. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവജനത്തിന്റെയും പ്രാർത്ഥന കർത്താവ് കേൾക്കുക തന്നെ ചെയ്യും. ആരൊക്കെയാണോ വ്യക്തമായ ഹൃദയത്തിൽ കർത്താവിനോട് ക്ഷമ ചോദിക്കുവാൻ തയ്യാറാകുന്നത്, നിന്റെ ജീവിതത്തിലെ പ്രശ്നത്തിന് മേൽ പരിഹാരം കർത്താവ് കൊണ്ടുവരും. വരുവാൻ കർത്താവിന് കഴിയും. യിരെമ്യാ പ്രവാചകൻ അവിടെ ഒരു ദോഷവും സംഭവിച്ചില്ല. വിലപിക്കുന്ന പ്രവാചകൻ യിരെമ്യാ പ്രവാചകനെ ബൈബിൾ രേഖപ്പെടുത്തിയെങ്കിലും കർത്താവ് പ്രവാചകന് കൊടുത്ത വാഗ്ദത്ത മുഖാന്തരം യിരെമ്യാ പ്രവാചകനൊന്നും നഷ്ടമായില്ല. നീ ഭയപ്പെടേണ്ട, നിന്നെ വിടുവിക്കേണ്ടതിന് തക്കവണ്ണം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യിരെമ്യാ പ്രവാചകന് കൊടുത്തു വാഗ്ദത്തം കർത്താവ്.
ദൈവജനത്തിനാണ് കർത്താവിന്റെ മേൽ അഭിവൃദ്ധി പ്രാപിക്കുവാനായി യിരെമ്യാ പ്രവാചകൻ അവിടെ എഴുന്നേൽറ്റത്. കർത്താവ് നമുക്ക് നൽകുന്ന ഓരോ സൂചനകളെയും, ഓരോരുത്തരിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന ഓരോ വാക്കിലൂടെയും, ഓരോ പ്രവാചകന്മാരിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന അവസരത്തെയും നമ്മൾ ഉപയോഗപ്പെടുത്തുക. വ്യക്തമായും കർത്താവ് നിങ്ങളോട് സംസാരിക്കുക. ഹൃദയത്തിലെ ഏത് തെറ്റിനെയാണോ ചൂണ്ടിക്കാണിക്കുന്നത് അതിനെ കർത്താവിനോട് ക്ഷമ ചോദിക്കുവാൻ തയ്യാറാകുക. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഏതൊക്കെയോ തെറ്റുകളെ, ഏതൊക്കെയോ അബദ്ധ നിമിഷത്തിൽ സംഭവിച്ചു പോയ തെറ്റിനെ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ആ തെറ്റിനെ കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ കർത്താവിന്റെ മുൻപിൽ ആ തെറ്റുകളെ ഏറ്റുപറയാമോ? കർത്താവിന്റെ ഉഗ്രകോപം നിമിത്തം അടിമനുഖത്തിൽ വീണ്ടും നശിച്ചു പോയ ജനത്തെ പോലെ ആകാതിരിപ്പാൻ കർത്താവേ, നീ എന്നെ രക്ഷിക്കണമേ, എന്നോട് കരുണ തോന്നണമേ. എനിക്കായി ഒരു അവസരത്തെ കൂടെ തന്നിരിക്കുന്നുവല്ലോ. ഞാൻ ആ വ്യക്തിയുടെ വാക്കുകൾ കേട്ട് അറിയാതെ ആ തെറ്റിലേക്ക് വീണുപോയിരിക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ പപ്പാ, എന്റെ തെറ്റ് അങ്ങനോട് ക്ഷമിക്കണമേ പപ്പാ. ഞാൻ വീണ്ടും അങ്ങയിൽ നിന്ന് അഭിവൃദ്ധി പ്രാപിക്കുവാൻ, എന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തെ നേടുവാൻ, എന്റെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന ആ തിന്മ പ്രവൃത്തിയെ നീക്കിക്കൊണ്ട് അനുഗ്രഹത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. എന്റെ ജീവിതത്തിൽ അഭിവൃദ്ധിയെ വരുത്തുമോ പപ്പാ? എനിക്കായി ഒരു അവസരത്തെ തന്നുവല്ലോ, ഞാനത് മനസ്സിലാക്കി അങ്ങയോട് കരയുകയാണ്. എനിക്കായി ഒരു അവസരത്തെ നീ തരുമോ പിതാവേ? എന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി വരുത്തുമോ കർത്താവേ? ഇവരുടെ മനസ്സിൽ ആരൊക്കെയാണോ ഹൃദയം നുറുങ്ങിയവരായി അങ്ങയുടെ മുന്നിൽ കരയുന്നത്, അവരെ തെറ്റുകളെ കുറിച്ച് തിരുത്തുവാൻ അവർ ശ്രമിച്ചുകൊണ്ട് ആയിരിക്കുന്നത്, ആ വ്യക്തിയുടെ മേൽ എന്റെ കർത്താവേ അങ്ങ് ഇടപെടണമേ അപ്പാ, അങ്ങ് ഇടപെടണമേ അപ്പാ, അങ്ങ് ഇടപെടണമേ പിതാവേ. പാപങ്ങൾ പോക്ക വിശാപങ്ങൾ നീക്ക ഭൂലോകം വന്നറിയാം. പാപങ്ങൾ പോക്ക വിശാപങ്ങൾ നീക്ക ഭൂലോകം വന്നറിയാം. മനുഷ്യരെ പരലോകം തിരക്കവേ സിലുവയെ സുമന്താരയാം. മനുഷ്യരെ മേൽക്കവേ പരലോകം തിരക്കവേ സിലുവയെ സുമന്താരയാം. പാപങ്ങൾ പോക വിശാപങ്ങൾ നീക്കവേ ഭൂലോകം വന്നറിയാം. മനുഷ്യരെ മേൽക്കവേ പരലോകം
உள்ளத்தை கேட்டாரையா ஆசையை கேட்கவில்லை அந்தஸ்தை கேட்பதில்லை உள்ளத்தை கேட்டாரையா என்னை தேடி வந்தாரையா പാപങ്ങളെ ക്ഷമിച്ച് ശാപങ്ങളെ മാറ്റി നിന്റെ ജീവിതത്തിൽ നിന്നെ മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ് നിനക്ക് സന്തോഷത്തെ ഇപ്പോൾ നീ അഭിമുഖീകരിക്കുന്ന കണ്ണുനീരിനെ മാറ്റി കർത്താവ് നിനക്ക് സന്തോഷത്തെ കൊണ്ടുവരുവാനായി പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തെ നേടുന്നതിന് തടസ്സമായി പോരടിക്കുന്ന അന്ധകാര ദുഷ്ടാത്മ ശക്തി ദുർഭൂതമേ ഇപ്പോൾ തന്നെ നിന്നിൽ നിന്ന് മാറിപ്പോ. നിന്നെ കൊണ്ട് ദുഷ്ടപ്രവൃത്തിയെ പ്രവർത്തിച്ച് സാത്താനെ ഇന്ന് പകൽക്കാലം കർത്താവ് ബന്ധിക്കുകയത്രേ. കർത്താവിന്റെ മുൻപിൽ മനം തിരിഞ്ഞ വ്യക്തി നിന്റെ കണ്ണുനീര് കർത്താവ് കാണുകയാണ്. നീ വിഷമിക്കണ്ട, കർത്താവ് നിന്നെ ഏറ്റെടുക്കുകയത്രേ. രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരിന്റെയും നിരാശയുടെയും പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും വേദനപ്പെടുന്ന നിമിഷങ്ങളിൽ നീ ആയിരുന്നപ്പോൾ മകനെ മകളെ നിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. നിനക്കൊരു അത്ഭുതം നൽകുവാൻ,
അനുഗ്രഹം നൽകുവാൻ, നിന്റെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. അത് ഏറ്റെടുക്കുവാൻ നീ മനസ്സ് വെച്ചതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരത്ഭുതത്തെ കർത്താവ് കൊണ്ടുവരികയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ബിസിനസ്സിന്മേൽ പ്രവർത്തിക്കുന്ന പൈശാചികന്റെ ശക്തിയെ, നിന്റെ ബിസിനസ്സിനെ അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് തടസ്സമായി പോരടിക്കുന്ന ദേശാന്തര ശക്തി, അതിന്മേൽ നോട്ടം വെച്ചിരിക്കുന്ന സാത്താന്റെ തലയെ യേശു കർത്താവ് ഇപ്പോൾ നീക്കം ചെയ്യുകയാണ്. നീ അറിയാത്ത ഭാഗത്തു നിന്ന് നിനക്കായി സാമ്പത്തികത്തെ കർത്താവ് ഒരുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരുടെയും വാക്കുകൾ നിമിത്തം ഹൃദയത്തിൽ വേദന കൊണ്ട് നിറഞ്ഞ് ഇനി ജീവിക്കണമോ വേണ്ടയോ എന്ന് ആഗ്രഹിച്ച് നീ ആയിരിക്കുന്നുവോ? വാക്കുകളുടെ മൂർച്ച നിന്റെ ഹൃദയത്തെ കീറി മുറിച്ചുവോ? കർത്താവ് നിന്നെ സമാധാനിപ്പിക്കും കുഞ്ഞേ. കർത്താവ് നിന്റെ കണ്ണുനീരൊപ്പം നിന്റെ ഹൃദയത്തിലെ ആ പ്രശ്നത്തിന്മേൽ കർത്താവ് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. നീ ഏറ്റെടുക്കുക. ആ വ്യക്തിയുടെ മേൽ കർത്താവ് സ്പഷ്ടമായി പ്രവർത്തിക്കുന്നു. In the name of Jesus. നിന്റെ ജീവിതത്തിലെ ആ പ്രശ്നത്തെ കർത്താവ് തിരുത്തി എഴുതുകയാണ്. നീ എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞ നിന്റെ ശത്രുവിന്റെ മുന്നിൽ, നിന്റെ വീട്ടുകാരുടെ മുന്നിൽ കർത്താവ് നിന്നെ നിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രോഗത്തിന് ഒരിക്കലും പരിഹാരമില്ല എന്ന് കരുതുന്നുവോ? നിന്റെ രോഗം നിന്നെ വിട്ട് മാറില്ല എന്ന് നീ ചിന്തിക്കുന്നുവോ? വേണ്ട, വേണ്ട. എന്റെ ജീവിതത്തിൽ നിന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല എന്ന് നീ കരുതുന്നുവോ? ഇല്ല, കർത്താവ് നിന്നെ വിടുവിപ്പാൻ ശക്തനത്രേ. വിടുവിപ്പാനായി കർത്താവ് ഇറങ്ങി വരികയാണ്. നിന്റെ ആ പ്രശ്നത്തിന്മേൽ കർത്താവ് പ്രവർത്തിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ പ്രശ്നത്തിന്മേൽ കർത്താവ് നിനക്ക് അത്ഭുതത്തെ കൊണ്ടുവരികയാണ്. യേശു കർത്താവ് എന്റെ ജീവിതത്തിൽ എന്റെ പൈതലിനെ എന്തുകൊണ്ട് ഈ അസ്വസ്ഥത എന്ന് നീ ചിന്തിക്കുന്നുവോ? എന്റെ കുഞ്ഞിനെ എന്തുകൊണ്ട് ഈ പ്രതിസന്ധി എന്ന് നീ ചിന്തിക്കുന്നുവോ? കർത്താവ് പറയുകയാണ്, നീ എന്നെ മാനിച്ചിരുന്ന ഒരു നിമിഷമുണ്ടായിരുന്നു, നീ എന്നെ മാനിച്ചിരുന്ന ഒരു ദിവസമുണ്ടായിരുന്നു. ഇപ്പോൾ നീ അങ്ങനെയല്ല. നീ മാറിപ്പോയി, നീ മാറിപ്പോയി. നീ മടങ്ങി വരുവാൻ തയ്യാറാണോ? ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഇപ്പോൾ കർത്താവേ അങ്ങ് ഇടപെടണമേ. ആ രോഗത്തിന്മേൽ കർത്താവ് പ്രവർത്തിക്കും. ആ രോഗത്തിന്റെ കർത്താവ് നീക്കം ചെയ്യും. പരിപൂർണ സൗഖ്യം കൊണ്ടുവരും. നീ കർത്താവിന്റെ മുന്നിൽ മനസ്സ് തുറന്ന് കരഞ്ഞാൽ നിന്റെ കണ്ണീര് കർത്താവ് ഏറ്റെടുക്കുവാൻ പോകുകയത്രേ. വിടുതൽ കർത്താവ് അയക്കുക തന്നെ ചെയ്യും. കർത്താവിന്റെ സ്നേഹത്താൽ നിന്റെ കുടുംബത്തെ നിറയ്ക്കും. പലതരത്തിലെ പ്രതിസന്ധി കൊണ്ട്, പ്രയാസം കൊണ്ട് സാമ്പത്തികം എന്റെ കയ്യിൽ നിൽക്കുന്നില്ല കർത്താവേ. ഏത് വിധത്തിൽ എങ്ങനെ പോകുന്നു എന്ന് ഞാൻ അറിയിട്ടില്ല. അത് നിമിത്തം എന്റെ ഭവനത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഞാൻ വേദനപ്പെടുന്നു, ഞാൻ കരയുന്നു. എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് എന്ന് നീ കർത്താവിനോട് ചോദിക്കുന്നുവോ? കർത്താവ് തക്ക സമയത്തിന് ഉയർത്തേണ്ടതിന് അവരുടെ ബലമുള്ള കൈകളിൽ നീ താണിരിക്കുക.
നിന്റെ പ്രതിസന്ധിയുടെ മേൽ കർത്താവ് ഇടപെടും. യേശു കർത്താവേ, ഒരു ഉത്തരബലത്തിനായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇതിനുള്ളിലുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് എന്റെ കർത്താവ് കണ്ടെത്തി നിനക്കായി ഒരു കുഞ്ഞിനെ ദാനമായി നൽകുവാൻ പോകുകയത്രേ. കർത്താവിന്റെ ശക്തി നിങ്ങളുടെ മേൽ, നിങ്ങളുടെ പ്രശ്നത്തിന്മേലും വരിക ചെയ്യുന്നത്. കർത്താവേ, നിന്റെ ദൈവത്തിന്റെ ജനത്തെ അവരുടെ ഹൃദയത്തിൽ ആ കണ്ണുനീരിനെ അങ്ങ് ഒപ്പിയല്ലോ അപ്പാ. അവർക്കായി ആശ്വാസത്തെ അയച്ചല്ലോ പിതാവേ. ഇവരുടെ രോഗത്തിന്റെ സൗഖ്യത്തിന്റെ പഠിക്കുവാനായി ആഗ്രഹിച്ചുകൊണ്ട്, ജോലിക്കായി ആഗ്രഹിച്ചുകൊണ്ട്, നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ ഒരു ജോലി നീ നേടുവാനായി ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങൾക്കായി ജോലിയെ തന്നെ അനുഗ്രഹിക്കും അപ്പാ. ഇവർക്കായി ജോലിയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പിതാവേ. കുടുംബത്തിൽ സമാധാനത്തെ കൊടുക്കണമേ അപ്പ, സന്തോഷത്തെ കൊടുക്കണമേ അപ്പ, സമാധാനത്തെയും സന്തോഷത്തെയും കൊടുക്കണമേ പിതാവേ. കുടുംബത്തിൽ പലതലത്തിലെ പ്രതിസന്ധികളാൽ ഭാരപ്പെടുന്ന വ്യക്തിത്വ ജീവിതമേ, കർത്താവ് ഒരു അത്ഭുതം നിനക്കായി പ്രവർത്തിക്കുകയത്രേ. നിന്റെ കണ്ണുനീരിനൊരു മറുപടി കർത്താവ് തരുകയാണ്. യേശു കർത്താവ് നിന്നെ കരുതുകയാണ്. നിന്റെ പ്രശ്നത്തിന്മേൽ കർത്താവ് ഇടപെടുകയാണ്. മറ്റുള്ളവരുടെ നിന്ന നിമിത്തം നിനക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ലയോ? നീ നീതിയുക്തമായി പ്രവർത്തിച്ചിട്ടും അവർ നിന്നെ വേദനിപ്പിക്കുന്നുവോ? കർത്താവ് നിനക്കായി എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട് സഹോദരി, സഹോദര. കർത്താവ് നിനക്കായി അനുഗ്രഹത്തെ അയക്കുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ സാമ്പത്തികത്തെ കർത്താവ് ഉയർത്തുന്ന, നിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ മാനിക്കുന്ന, നീ കർത്താവിനെ എത്രത്തോളം മാനിച്ചുവോ, നീ കർത്താവിനെ എത്രത്തോളം ചുമന്നുവോ, അതുപോലെ കർത്താവ് നിന്നെ ചുമക്കുന്ന ഒരു ദിവസത്തെ കർത്താവ് വരുത്തുകയത്രേ. ഏറ്റെടുക്കുന്നവരിലാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുന്നവരിലാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഈ ബൈബിളിൽ കർത്താവ് നൽകിയിട്ടുള്ള എല്ലാ അടയാളങ്ങളും, എല്ലാ അത്ഭുതങ്ങളും വിശ്വസിക്കുന്നവരുടെ മേലാണ് കർത്താവ് വരുത്തിയത്. അവിശ്വാസത്തിന്റെ ശക്തിയുടെ മേൽ കർത്താവ് പ്രവർത്തിച്ചില്ല. വിശ്വസിച്ചവരുടെ മേൽ കർത്താവ് സൗഖ്യത്തെ കൊടുത്തു. യേശു കർത്താവേ, നിന്റെ ജനത്തെ അങ്ങ് ശുദ്ധീകരിച്ച് അവർക്ക് വേണ്ടുന്നതായ അനുഗ്രഹത്തെ കൊടുത്തതിനാൽ സ്തോത്രം ചെയ്യുന്നപ്പ. നിന്റെ പാപത്തെ നീക്കി, നിന്റെ രോഗത്തെ നീക്കി, നിന്റെ കഷ്ടത്തെ നീക്കി, നിന്റെ പ്രതിസന്ധിയെ നീക്കി, നിന്റെ പ്രയാസത്തെ നീക്കി, നിന്റെ കഷ്ടതയുടെ പ്രതിസന്ധിയുടെ പ്രയാസത്തിന്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ കഴിവുള്ള ഒരു പുത്തൻ അഭിഷേകത്താൽ കർത്താവ് ഇന്ന് നിന്നെ നിറയ്ക്കുകയത്രേ. അത്ഭുതത്തെ കർത്താവ് വരുത്തുകയത്രേ ചെയ്യുന്നു. ഹല്ലേലൂയ. ഏറ്റെടുത്ത ദൈവജനത്തിന് കർത്താവ് അത്ഭുതത്തെ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, അങ്ങേ വിശ്വസിച്ച്, അങ്ങേ ഒരു കടുത്ത അവസരത്തിൽ വിശ്വസിച്ച് അങ്ങേ ഏറ്റെടുത്ത മക്കളെ അങ്ങ് തൊട്ടിരിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നതിനായി, അങ്ങ് അത്ഭുതത്തെ അയച്ചതിനാൽ സ്തോത്രം ചെയ്യുന്ന